ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ അതാ രാവിലെ എല്ലാവരും ചായ കുടിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും ചിക്കൻ കറിയായിരുന്നു. പോവാ എടുക്കാൻ പോണ് അപ്പോൾ അതാ ഗായ്സ് ഞങ്ങൾ മുത്തപ്പടക്ക് പോകും കേട്ടോ. പറ എന്താണ് വെള്ളം കൊലക്കിണർ അളക്കുന്ന അവിടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പോവാണ്. സനുവിനെ കാണിച്ചില്ല. സനു യാസ്. അങ്ങനെ അതാ കുട്ടിപ്പട്ടാളങ്ങൾ ഓരോരുത്തരായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനാണ് ഇറങ്ങിയത്. ഒന്നുമല്ല, എനിക്ക് വീഡിയോസ് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്ടാ. ഇതേ കണ്ട ഓരോരുത്തർ കയറുന്നു. അപ്പോൾ എന്താ പറയുക, മുത്താപ്പൻ്റെ ഓൻ വിളിക്കാൻ വരും കേട്ടോ. എന്തിനാ ഛർദിക്കാനാ ഇത് ടൂർ പോവുക? നോക്കിക്കാ നോക്കടാ. അപ്പോളേ അസ്മിക്കുട്ടൻ്റെ വിചാരം വല്ല ടൂർ പോയിച്ചിട്ട് അസ്മിക്കുട്ടൻ പറയാണ് ഉമ്മച്ചിയെ ഛർദ്ദിക്കാൻ വേണ്ടി കവർ എടുത്തുക്കണമെന്ന്. അപ്പോൾ അവൻ വിചാരിച്ചിട്ട് കാറിലൊക്കെ പോവല്ലേ, അല്ല ടൂറാവും വിചാരിച്ചിരിക്കണം. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി മുത്താപ്പൻ്റെ മോൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോണത്. അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാൻ കണ്ടപ്പോൾ കുഞ്ഞോള് പറഞ്ഞ് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഇന്ന എടുക്കടി എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുന്നു അല്ല കേട്ടോ, ഞാൻ എടുക്കുന്നതാണ്. പിന്നെ മോള് ഇതിലേക്കൊന്നുമില്ല, മോള് പിന്നെ ആൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ പിന്നെ വീഡിയോസിന് വിട്ടു കൊടുക്കില്ലല്ലോ. അങ്ങനെ അതാ നമ്മൾ അവിടെ എത്തി. അപ്പോൾ അവർ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് വന്ന് അവർ അവരുടെ പണിയൊക്കെ തുടങ്ങി. ഞങ്ങളൊരു 9 മണിയായിട്ട് എത്തിയപ്പോക്കിന്. അപ്പോൾ അതാ അവരുടെ പണികൾ ഓരോന്നും ഇങ്ങനെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. കുറച്ച് അവർ കളച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല, അതാണുള്ളൊരു പ്രശ്നം. അതിൻ്റെ സൗണ്ട് അത്രയും വലിയ സൗണ്ടല്ലേ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ സന് പബ്ജി കളിക്കണമെന്നൊരു സംശയം. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അങ്ങനെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തിരുന്നു. ഓക്ക് കൊരവായിക്കേ ഓ. അപ്പം ഞാൻ പനിൻ്റെ ഗുളികയൊക്കെ കുടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞാനൊന്ന് മയങ്ങിപ്പോയി. നല്ല ഡോസുള്ള കുളിക്കാൻ കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ വെള്ളം കണ്ടേ എന്നായിട്ട് വിളിച്ചു. അപ്പോൾ വെള്ളം കണ്ടു വരുന്നില്ല. എന്താ പറയുക, 240 കോലൊക്കെ ആയപ്പോഴത്തേന് തന്നെ വെള്ളം കണ്ടു കേട്ടോ. പിന്നെ ഭയങ്കര സന്തോഷമായി ഇതേ കണ്ട. നമ്മളുടെ വീട്ടിൽ ഒരു വെള്ളം കോലക്കിണർ കിടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് ക്ഷീണം കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കിടന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ വെള്ളം കണ്ടു കേട്ടോ. അതിനതാ അവർ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു സമാധാനമായിട്ട് ഇത് കണ്ടപ്പോൾ വെള്ളം ഇങ്ങനെ വരുന്ന കാണുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഉച്ച ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടോ. നല്ല സാധാ ചോറും പപ്പടും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും ഉപ്പേരിയും പപ്പടം അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു. പിന്നെ ഇതാ അവർ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ വന്നത്. 2 ചെറിയ വണ്ടികളാണ്. സാധാരണ ഞാൻ വലിയ വണ്ടിയാണ് കാണാറുള്ളത്. ഇതും തരമുള്ള ചെറിയ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ വീണ്ടും ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു ഇത് അല്ലേ, പണ്ട് ഒക്കെ കണ്ടിരുന്ന പോലെ. കാരണം നമ്മളുടെ വീട്ടിലാണ്, നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടിരിക്കണമെങ്കിൽ നേരിട്ടൊരു ഇതേപോലെ നിന്ന് കണ്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് നേരം നിന്ന് കണ്ടിട്ട് അതിൻ്റെ പ്രോസസ്സിങ്, അത് അവർ ഫിറ്റ് ചെയ്യുന്നതും ഇറക്കുന്നതൊക്കെ ഇങ്ങനെ കുറേ നേരം നിന്ന് കണ്ടു. പിന്നെ അതൊക്കെ ചെറിയ ചെറിയ പയ്യന്മാരാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അവരൊരു 8 9 പേരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പയ്യന്മാരായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ട ഏകദേശം 400 അടിയൊക്കെ താത്തി. കുഴപ്പമില്ല, അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ വേനലായതുകൊണ്ട് അതിൻ്റെ കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. എന്നാലും വെള്ളം ഉണ്ടാവും, മഴക്കാലമായ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ ആ കമ്പിയൊക്കെ ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത് കേട്ടോ, നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൗതുകത്തിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ പൊണ്ണുമ്മ, ഇത് നുസൈബാൻ്റെ കുട്ടിയാണ്, മുത്തപ്പൻ്റെ മോളെ കുട്ടിയാണ്. ആൾക്ക് എന്താ അറിയില്ല, എന്നെ ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് മിഠായി കിട്ടുന്നതും ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. ചോറ് ചോദിച്ചാൽ ചോറൊക്കെ എനിക്ക് തരുന്നുണ്ട്. എന്താ അറിയില്ല, എന്നോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി അവൾക്ക്. ഞാൻ കുറേ മുന്നേ അവൾക്ക് ഉടുപ്പൊക്കെ അടിച്ചു കൊടുത്തിരുന്നു. ഞാൻ അതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലായിടത്തേക്കും പോവും, പക്ഷെ എന്നോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കേട്ടോ. അങ്ങനെതാ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് അവരുടെ പണിയൊക്കെ നിർത്തി. എന്താ പറയുക, അതെ അവരുടെ ഒക്കെ കഴുകുകയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഇരുമ്പിൻ്റെ സാധനങ്ങളാണ് മൊത്തം, നല്ല കനമുള്ള സാധനങ്ങളാണ് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഇതാ അവർ വാഷ് ചെയ്ത് ഒരു 5 5:30 ആയപ്പോഴേക്കിനെ അവർ പണിയൊക്കെ കഴിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ അവർക്ക് ചായയും ബേക്കറിയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആരാന്നറിയില്ല സിപ്പപ്പൊക്കെ വാങ്ങിയിരുന്നു. കുട്ടികളാ തോന്നുന്നു. അപ്പോൾ സിപ്പപ്പും അവർക്കും കൊടുത്ത് ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ അവരുടെ വണ്ടി. അവരൊക്കെ അതാ കയറ്റണ്. വാ കാണിച്ച
മേൽക്കൊണ്ട ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. ഇതേ കണ്ട ഒരു മിനിറ്റ്. ഇത് കണ്ട ഇതാണ് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇത്താത്ത ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഉണ്ടാക്കിയിരുന്ന കേട്ടോ. അതിമതേ ആദ്യമായിട്ട് ഉണ്ടാവുന്ന പൂവാണ്. ഇതേ കണ്ട. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ടുള്ള അത്ര ഉണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾക്കത് കാണാൻ പറ്റി, ഞങ്ങൾ ചെന്നുകൊണ്ട് കാണാൻ പറ്റിയിട്ടാണ്. അപ്പോൾ അതാ വൈകിട്ടൊക്കെ ആയി. ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചു. അതെ ഇപ്പം അവരൊക്കെ എന്തൊക്കെയോ അവിടെ പണിയിലാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ പറയുന്നതെന്തോ പരിപാടിയിലാണ് തോന്നുന്നു. അപ്പോൾ ഏകദേശം സദ്യയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഇതാ ഞങ്ങൾ ചായയും ബിസ്ക്കറ്റൊക്കെ കുടിക്കുകയാണ്. ബേക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രാത്രി കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്.